ചിലപ്പോ ഞാൻ ചെയ്തെന്ന് വരാം. കാരണം ജീവിതത്തിൽ വലിയ റിസ്കുകൾ എടുക്കുന്നവർക്ക് മുന്നേറാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. 1970, 2024 കാലഘട്ടങ്ങളിലായാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. 2024 കാലഘട്ടത്തിലാണ് ഫ്രാൻസിസ്, ആഞ്ചലിന എന്നീ കഥാപാത്രങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നത്. പോലീസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ് ഈ ഫ്രാൻസിസ് എന്ന് പറയുന്ന കഥാപാത്രം. അങ്ങനെ ഒരു മിഷനിൽ ഒരു കുട്ടിയെ ഫ്രാൻസിസ് കണ്ടുമുട്ടുന്നതും തുടർന്നുള്ള ചില പ്രധാന സംഭവങ്ങളും അതിനെ പഴയകാലത്തേക്ക് എങ്ങനെ കണക്ട് ചെയ്യുന്നതൊക്കെയാണ് കങ്കുവ എന്ന സിനിമ പറയുന്നത്. നേരത്തെ ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, റിച്ച് പരിപാടികളൊക്കെ തന്നെയാണ്. അല്ലാതെ നമ്മൾ ഇത്രയും മുടക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും അത് എവിടെയാണ് ചെലവാക്കിയത് എന്ന് സിനിമ കാണുമ്പോഴും കണ്ടു കഴിഞ്ഞും പ്രേക്ഷകർ ആലോചിച്ച് ക്ഷീണിക്കേണ്ട അവസ്ഥയൊന്നും ഇവിടെയില്ല. ഉദാഹരണത്തിന് കങ്കുവയിൽ അലറാൻ തന്നെ കുറച്ച് കോടികൾ ചെലവായിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അലർച്ച കൊണ്ടുണ്ടാവുന്ന തൊണ്ട പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള കോടികൾ. അല്ലെങ്കിലും സിനിമയുടെ പിന്നാമ്പുറ കഥകളിലേക്ക് നമ്മൾ പോകേണ്ടതില്ലല്ലോ. നമുക്ക് സിനിമയിലേക്ക് വരാം. ശിവയുടെ, സൂര്യയുടെ കങ്കുവ സിനിമ പല വിധത്തിൽ അത്ഭുതമാകാറുണ്ട്. അത്ഭുതമായില്ലെങ്കിലും ആശ്ചര്യം എന്ന നിലയിൽ അനുഭവപ്പെട്ട കാര്യം, ആക്ഷൻ, ഇമോഷൻ, വൻ VFX പരിപാടികൾ തുടങ്ങി കാശ് പൊട്ടിച്ച് കളയാൻ ഓരോ എപ്പിസോഡുകളായി സിനിമ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും ശക്തമാവേണ്ടുന്ന തിരക്കഥ എന്ന സാധനം VFX ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? അതാണ് കങ്കുവ. തൊട്ടു മുന്നത്തെ ചിത്രമായ അണ്ണാത്തയിൽ